ഇവർ വിവാഹിതരായ സീരിയലിന്റെ 46ാമത്തെ എപ്പിസോഡാണ്. അഞ്ജന ബാഗും പെട്ടിയൊക്കെ എടുത്ത് അജയുടെ റൂമിലേക്ക് വരികയാണ്. അജയ് എന്ന് വിളിച്ചുകൊണ്ട്. എന്നാൽ അവിടെ ആരും ഇല്ല കേട്ടോ. ഇന്നു മുതൽ ഇത് എൻ്റെ ഇവിടെ റൂമാണ് എന്ന് പറഞ്ഞ് ബാഗെല്ലാം എടുത്ത് അതിന്ന് ഡ്രസ്സെല്ലാം അവിടെയുള്ള അജയുടെ കബോർഡിലേക്ക് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് തിരിയുമ്പോഴായിരിക്കും വാളിന്റെ മുകളിൽ അജയുടെ ഫോട്ടോടൊപ്പം നാനയുടെ ഒരു ഫോട്ടോ കാണുന്നത്. ഇത് അഞ്ജനയ്ക്ക് ദേഷ്യം ഉണ്ടാക്കും. ഇവളെന്തിനാ ഇവിടെ? എക്സും വൈയും ഒക്കെ ഇനി പുറത്ത്, ഇനി ഇത് എനിക്ക് റൈറ്റ്സ് ഉള്ള മുറിയാ എന്ന് പറഞ്ഞ ആ പിക്ചർ അവിടുന്ന് പറിച്ചെടുക്കുക. എന്നിട്ട് അതും കൊണ്ട് അവിടുന്ന് പോകും. അഞ്ജന പോയി കഴിയുമ്പോഴായിരിക്കും അജയ് അങ്ങോട്ട് വരുന്നത്. കട്ടില്ല അഞ്ജനയുടെ ഡ്രസ്സ് കിടക്കുന്ന കാണുമ്പോൾ അജയ് ഞെട്ടിപ്പോവും. അഞ്ജന എന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോ തന്നെ അഞ്ജന അങ്ങോട്ട് വരും. എന്താ ഇതൊക്കെ? നീ ഷോക്കായോ? ഐ എക്സ്പെക്റ്റഡ്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് അതിസുന്ദരമായൊരു റൂം വേണല്ലോ, ഹണിമൂൺ റൂം. അതിനായി എന്റെ റൂം റെഡിയാക്കാം. അതിന്റെ ഇന്റീരിയർ ഡിസൈൻസ്, പിക്ചർ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നിർത്ത് എന്ന് അജയ് ഉച്ചത്തിൽ പറയാം. എന്റെ ചോദ്യം ഇതല്ല, ഇതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേന്നാ. അഞ്ജന പറയും, ഷെൽഫില് സ്പേസ് കുറവാ, അതുകൊണ്ട് ബെഡിൽ വെച്ചു. നിന്റെ ഡ്രസ്സൊക്കെ റീഅറേഞ്ച് ചെയ്യണം. ഞാൻ ഇനി മുതൽ ഈ റൂമിലാണ് എന്റെ റൂം മോഡിഫൈ ചെയ്യുന്നത് വരെ, ഓക്കെ? അജയ് പറയും, വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? നിനക്കെന്താ കോമൺ സെൻസ് ഇല്ലേ? അഞ്ജന പറയും, ആഫ്റ്റർ മാരേജ് നമ്മൾ ഒരു മുറിയിൽ താമസിക്കേണ്ടവരല്ലേ, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ട് അവിടുന്ന് എന്ന് പറയുമ്പോഴായിരിക്കും പെട്ടെന്ന് ചുമരിലുള്ള നാനയുടെ ഫോട്ടോ മിസ്സിംഗ് ആയത് അജയ് ശ്രദ്ധിക്കുന്നത്. അഞ്ജനയെ തട്ടി മാറ്റിട്ടേക്കും, ഇവിടെ ഇരുന്ന് ഫോട്ടോ ഇടെ. അഞ്ജന പറയും, ഓ നിന്റെ എക്സ് കാമുകിയുടെ ഫോട്ടോ. അതിരിക്കേണ്ട സ്ഥലം ഇവിടെ അല്ലല്ലോ, അവളുടെ സ്ഥാനത്താ ഞാൻ വന്നത്. അജയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അഞ്ജന പറയും, അവളെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും നിന്റെ ഉള്ളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. നിന്റെ എല്ലാ മെമ്മറീസിലും ഇനി ഞാൻ മാത്രമാവണം. ഡേ, ആ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ നീ ജീവനോടെ വെളി പോവില്ല. അഞ്ജന വീണ്ടും പറയും, ആ ഫോട്ടോ ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെക്കാനല്ലേ പറഞ്ഞത്, എടുത്ത് വെക്കടി. അഞ്ജന അങ്ങ് ഞെട്ടിപ്പോട്ടോ. എന്നാൽ നല്ല ദേഷ്യമുണ്ട്. ഇതേ സമയം അഞ്ജന ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകും. അപ്പോഴേക്കും മുത്തശ്ശിയും സംഗീതയും ഭവാനിയൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് ഇറങ്ങി വരണേ. എന്താ അജയുടെ റൂമിൽ നിന്നൊരു ശബ്ദം? എന്താ പറ്റിയത് നോക്ക്. അപ്പൊ ഉണ്ടാവും അഞ്ജന വേസ്റ്റ് ബിന്നുമായിട്ട് അജയുടെ റൂമിലേക്ക് പോകുന്നേ. ഇവിടുത്തെ എങ്ങോട്ട് ഇതും കൊണ്ട് എന്ന് പറഞ്ഞ് ഇവര് മൂന്നുപേരും റൂമിലേക്ക് ചെല്ലുക. അങ്ങനെ അവര് ചെല്ലുമ്പോ കാണുന്നത് അഞ്ജന വേസ്റ്റ് ബിന്ന് തുറന്നിട്ട് അജയോട് വെറുതെ അവൾ ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞ അഞ്ജനനെ ദേഷ്യത്തോടെ അജയ് ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. ഇത് കാണുന്ന എല്ലാരും ഷോക്കായി പോകും. അഞ്ജന തെറിച്ചു കേട്ടോ. ഭവാനി അജയ് ഇങ്ങനെ നോക്കിയതിനു ശേഷം അഞ്ജനയെ പിടിച്ചു വലിച്ചൊരൊറ്റ തല്ല് വെച്ചു കൊടുക്കും. ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഇല്ല, നിനക്കെന്ന് മനസ്സിലായില്ല? നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രാജകുമാരിയെ പോലെ വളരേണ്ടവളാ നീ. നിന്റെ അച്ഛൻ എല്ലാരും കൂടെ കൊന്നില്ലേ എന്ന് പറഞ്ഞ അഞ്ജനനെ ഭവാനി തലങ്ങും വിലങ്ങും തല്ലേട്ടോ. കുനിച്ചു നിർത്തി പുറത്തൊക്കെ അടിക്കുന്നുണ്ട്. ശേഷം വാടി ഇവിടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ്. സംഗീതയും മുത്തശ്ശിയും കൂടെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഭവാനി കേൾക്കുന്നു പോലുമില്ല. അഞ്ജന അജയെ ദേഷ്യത്തോടെ നോക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അജയ് എന്ന് സംഗീത വിഷമത്തിൽ വിളിക്കുകയാണ്. എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് മുത്തശ്ശി തലക്കി കൈവച്ച് അവിടെ നിന്ന് പോകും. അജയ് അപ്പോൾ ആ വേസ്റ്റ് ബിന്നിലുള്ള നാനയുടെ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുക. ആ ഫോട്ടോ എടുത്ത് അതിങ്ങനെ തുടച്ചു മാറ്റും അതിലുണ്ടായിരുന്ന പൊടിയൊക്കെ. എന്നിട്ട് നാനയോടൊപ്പം ഉണ്ടായിരുന്ന ആ പ്രണയ നിമിഷങ്ങളൊക്കെ ആലോചിച്ച് കരയാണ് അജയ്. ആ ഫോട്ടോ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. പിന്നെ അഞ്ജന ഇങ്ങനെ കരയാണേ. മുത്തശ്ശി വന്നിട്ട് വയ്ക്കും, കല്യാണം കഴിഞ്ഞില്ല, അതിനു മുന്നേ നീ ഇങ്ങനെയൊക്കെ ആയാ എന്താ ചെയ്യാൻ മോളെ? അഞ്ജന പറയും, ഞാൻ എന്തേറ്റ് ചെയ്തു? അജയുടെ മുറി കയറിയത് അത്ര വലിയ തെറ്റാണോ? എന്നെ അവൻ ചെകിട്ടത്ത് അടിച്ചത്, അമ്മയും എന്നെ പൊതിരെ തല്ലി. ഞാൻ തല്ലിയത് നീ ചെയ്ത തെറ്റിനല്ല. നിനക്ക് ഈ വീട്ടിൽ അധികാരവും അവകാശവും ഇല്ല. കാവലി കിടക്കുന്ന പട്ടികൾക്ക് പോലും ഇതിനേക്കാളും മതിപ്പ് വിലയുണ്ട്, അത് നീ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാ ഞാൻ അടിച്ചത്. സംഗീത പറയും, എന്താ ഭവാനി പറയുന്നത്? ഇത് വലിയ കഷ്ടാട്ടോ. ഇവിടെ ആരാ നിങ്ങളെ വില കുറച്ച് കാണുന്നത്? ഭവാനി പറയും, എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്റെ മകൾക്ക് നേരെ ആരെങ്കിലും കൈ ഉയർത്താൻ ധൈര്യം കാണിക്കായിരുന്നോ? അവളെ മുറി നാട്ടി ഇറക്കുമായിരുന്നോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ജോലിക്കാരിയേക്കാളും താഴെയാണ് ഞങ്ങളുടെ സ്ഥാനം ഈ സൗഭാഗ്യപുരത്ത്. അമ്മ പറയും, എന്റെ ഭവാനി, നീ ഇങ്ങനെ മനസ്സ് നോവിക്കുന്ന വർത്താനം പറയാതെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാൻ ഞാൻ. അഞ്ജനയുടെ അജയുടെയും വിവാഹം നടത്തിയിരിക്കും. ഞാനല്ലേ വാക്ക് തന്നത്. അത് കഴിഞ്ഞാ നിങ്ങളുടെ സ്ഥാനം എന്തോ ഇവിടെ, അത് നീ ഒന്ന് ഓർത്തു നോക്ക്. ഭവാനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. അഞ്ജന എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുമ്പോ സംഗീതം വന്നിട്ട്, കരയാതെ മോളെ, ഞങ്ങൾ എല്ലാരും ഇല്ലേ, നീ എന്റെ മകന്റെ ഭാര്യ ആയി കഴിഞ്ഞാ ആ റൂമിൽ തന്നെ അല്ലേ താമസിക്കാൻ പോകുന്നേ, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. അപ്പൊ ഭവാനി അടുത്ത് വന്നിട്ട് പറയും, തൽക്കാലം നീ ഈ വിഷയം വിട്. എന്തൊക്കെ സംഭവിച്ചാലും അമ്മയും സംഗീതയും നിന്റെ അജയുടെയും കല്യാണം നടത്തി തരും, അതുപോരെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഭവാനിക്കൊരു കോള് വരിക. ഭവാനി ആ കോള് കട്ട് ചെയ്യാട്ടോ. ആരാ ഭവാനി എന്ന് അമ്മ ചോദിക്കുമ്പോ, അതൊരു പരിചയമില്ലാത്ത നമ്പറാണ്. ആ ശരി അതൊക്കെ വിടെ, വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും അവിടെ നിന്ന് പോവും. ഭവാനി ഈ സമയം ഫോൺ എടുത്ത് പുറത്തേക്ക് വന്നേ കമാലിനോട് ചോദിക്കും, ഫോൺ വിളിച്ചിട്ട്, എന്താ വിളിച്ചത്? അത്യാവശ്യം അല്ലെങ്കിൽ കോൾ ചെയ്യരുത്, മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അത്യാവശ്യമാണ് മാഡം. നമ്മൾ അയച്ച ആളെ ശിവദാസനുമായിട്ട് സംസാരിച്ചു. ഭവാനിക്കും എന്ത് തെളിവാണെന്ന് മനസ്സിലായോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല മാഡം. തെളിവ് നമ്മളെ ഏൽപ്പിക്കാൻ ഡിമാൻഡ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു. ഭവാനി പറയും, ആ തെളിവായിട്ട് വരാൻ പറ, എല്ലാ ഡിമാൻഡും സമ്മതിച്ചു കൊടുക്കാം. വരാൻ പറയാം, ഞാൻ തന്നെ നേരിട്ട് സംസാരിക്കാം. പക്ഷേ മാഡം നേരിട്ട് വരണം.
ഭവാനി പറയും വരാം, പക്ഷെ എന്നെ അവർ കാണാൻ പാടില്ല. ഒരുപക്ഷെ നമ്മൾ അവരെ തിരികെ അയച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് എന്നെക്കുറിച്ചൊരു സൂചന പോലും കിട്ടാൻ പാടില്ല. കമാല് പറയും മനസ്സിലായി മാഡം. എപ്പോൾ എവിടെ വെച്ച്? ഞാൻ വരാം. കമാല് പറയും തോട്ടത്തിലെ വീട്. ഭവാനി പറയും എന്തായാലും തോട്ടത്തിന്റെ ഏതെങ്കിലും മൂലയിലെ 2 കുഴിയും കൂടെ എടുത്തു വെച്ചോ, ചിലപ്പോൾ ആവശ്യം വന്നാലോ. ഓക്കെ മാഡം എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാത്രിയാട്ടോ. ശിവനെയും ദാസനെയും കാറിൽ കയറ്റി കമാലിന്റെ ആള് കൊണ്ടുപോകുമ്പോ ഇവർക്കൊരു പേടിയുണ്ട് കേട്ടോ. ദാസൻ പറയും എടേ ശിവ, നമ്മളിനി തട്ടിക്കളയോ? ശിവൻ പറയും ഏയ് അതിന് അവർക്ക് വേണ്ടത് കത്തല്ലേ. ദാസൻ പറയും അത് തട്ടി വാങ്ങിക്കാലോ. ഇങ്ങനെ ചെറിയ സൗണ്ടിൽ സംസാരിക്കുമ്പോ മറ്റേ ആള് ചോദിക്കും എന്താടാ ഒരു ഗൂഢാലോചന? ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവര് പോവാണേ. ഈ സമയം അവരുടെ വണ്ടിക്ക് പിന്നാലെ തന്നെ ഭൂമി സ്കൂട്ടിയുമായിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം ആ പറഞ്ഞ വീട്ടിലെ ഭവാനിയും വന്നിട്ടുണ്ട്. ഭവാനി കമാലിനോട് പറയും എനിക്ക് നല്ല ഭയമുണ്ട്, ആരെങ്കിലും ഒരാൾ എന്നെ കണ്ടാ പിന്നെ എന്റെ ജീവിതം അവസാനിച്ചു. മാഡം വന്നത് എങ്ങനെയാ? ഒരു കരിയില പോലും അനങ്ങിയിട്ടില്ല. ഈ ബിൽഡിങ്ങിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. ആ അച്യുതന്റെ കത്തിനുള്ള ഡീലാ ഇന്ന് നടക്കാൻ പോകുന്നത്. അവരെത്തിയാൽ ആ ഡീൽ ഉടനെ നടക്കും. ഭവാനിക്ക് അവിടെ നിൽക്കാൻ ഒരു ഭയമുണ്ട് കേട്ടോ. അല്ല അവർ രണ്ടുപേരും മാത്രല്ലേ ഉള്ളൂ? അത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടല്ലോ. ആ ഉണ്ട്, എൻ്റെ ആളാണ് അവരെ കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും അവരെ കൊണ്ടുവന്നു കേട്ടോ. താഴെ നിന്നിട്ട് അവർ സംസാരിക്കുകയാണേ. കത്ത് കയ്യിലുണ്ടല്ലോ. ദാസൻ പറയും ഉണ്ട്, തരാം, പക്ഷേ ഞങ്ങളെ ചതിക്കാനാണ് പരിപാടിയെങ്കിലേ അതിനെ എതിർക്കാനുള്ള ആയുധവും ഞങ്ങളുടെ കയ്യിലുണ്ട്. അയാൾ പറയും എല്ലാം സത്യസന്ധമായിട്ട് നടക്കും. നിങ്ങളയച്ച ആള് വന്നോ? ഓ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൊണ്ടുപോകും. അവിടെ മുഴുവൻ ഇരുട്ടാണേ. അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ വയ്ക്കും പറയൂ എന്താ ഡീൽ? അങ്ങനെ അവർ ഡീല് പറയുമ്പോഴേക്കും ഭൂമി അവിടെ എത്തുട്ടോ. ഭൂമി കുറച്ച് ദൂരെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോവാണേ. ഈ സമയം ഇവരുടെ ഡിമാൻഡ് പറയും. അപ്പോൾ അയാൾ പറയും ഓ അപ്പോൾ 10 ലക്ഷം കിട്ടിയാലേ നിങ്ങൾ ആ കത്ത് തരൂ, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് പോകും. എന്തായി എന്ന് ഭവാനി ചോദിക്കട്ടോ. 10 ലക്ഷം അവർ ആവശ്യപ്പെടുന്നത്. ഭവാനി ഞെട്ടും. 10 ലക്ഷം? എൻ്റെ ആവശ്യം മനസ്സിലാക്കി ഡിമാൻഡ് ചെയ്യുന്നതാ, നടക്കില്ല. കമാല് പറയും മാഡം രണ്ടിനെ അങ്ങ് തീർത്താലോ, എന്നിട്ട് കത്തെടുക്കാം. ഭവാനി പറയും ഇവിടെ ഒരെണ്ണത്തിനെ തീർത്തതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, എപ്പോഴാ പിടി വീഴാന്നറിയില്ല. അപ്പൊ മറ്റേ ആള് പറയും മാഡം വന്നിരിക്കുന്നവരുടെ കയ്യിൽ ആയുധം ഉണ്ടെന്ന് അവർ സൂചിപ്പിച്ചു, റിവോൾവർ വല്ലതും ആകാം. ഭവാനി പറയും സാധ്യതയുണ്ട്, എങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അവർ വരില്ലായിരുന്നു. ഇനിയിപ്പോൾ അവരെ കൊന്നൂന്ന് വെക്കാം. അവരുടെ കയ്യിൽ ആ കത്തുണ്ട് എന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത്? എന്തായാലും ഡീൽ ഉറപ്പിക്കാം. ഒരു 2 ലക്ഷം രൂപ തരാന്ന് താൻ പോയി പറയും. ഇതേ സമയം ഭൂമി അവിടേക്ക് ഇങ്ങനെ നടന്നു വന്നോണ്ടിരിക്കട്ടോ. ഈ ശിവനും ദാസനും പേടിച്ചിരിക്കുകയാണ്. എടാ ഭൂമി എത്തിക്കാണോ? ആടാ വന്നു കാണും. അപ്പോഴേക്കും മറ്റേ ആള് വന്നിട്ട് പറയും 2 ലക്ഷം തരാന്നാ പറയുന്നത്. ശിവൻ ചോദിക്കും എന്തിന്? അണ്ടിപ്പരിപ്പ് വാങ്ങിക്കാനോ? ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞ് എണീക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അയാൾ പറയും ഒന്നിരിക്കേ, ഒരു ഡീലാവുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടേ. ലാസ്റ്റ് വാല്യൂ 7 ലക്ഷം. അപ്പൊ അയാൾ ചോദിക്കും കുറയില്ലേ? ദാസം പറയും ഇല്ല. അങ്ങനെ അപ്പോഴേക്കും ഭൂമി അവിടെ വിൻഡോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഭവാനിയുടെ അടുത്തേക്കും പിന്നെ അയാൾ വന്നിട്ട് പറയും 7 ലക്ഷം അവർ ചോദിക്കുന്നേ. ഭവാനി പറയും ഇത്രയും വലിയ തുകയോ? ഇല്ല പറ്റത്തില്ല, ഇത് പുറത്തുനിന്ന് ഭൂമി കേൾക്കും. ഭൂമി ഇങ്ങനെ അത് ആരുടെയാണെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഭവാനി പറയും ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ഡീല് വേണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ പോലും പറയാതെ വന്നത്. അപ്പോൾ കമാല് പറയും ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ലല്ലോ. ഈ സമയം ഭൂമി ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ മുഖം കാണുന്നില്ല, സാരിയും ഫോണും കൈയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഭൂമി എത്ര ശ്രമിച്ചിട്ടും മുഖം കാണാൻ പറ്റുന്നില്ല. ഛേ എന്ന് പറഞ്ഞിട്ട് ഒരു പെയിന്റിന്റെ ടിന്നെടുത്ത് അവിടെ വെച്ച് ഫോണിലെ ക്യാമറ ഓണാക്കി അതിൽ കയറാൻ നിൽക്കുമ്പോഴേക്കും ഭൂമി അങ്ങ് വീണു. അതിൽ ഭൂമി ശബ്ദം ഉണ്ടാക്കും കേട്ടോ. ഇത് അവർ കേൾക്കും. ആരടാ ആരാതെ? ഇത് കേൾക്കുമ്പോൾ ഭൂമി ആകെ പേടിച്ചു പോകും. അപ്പോഴേക്കും ശിവനും ദാസനും വാടാ പോവാ എന്ന് പറഞ്ഞിട്ട് അവര് പുറത്തിറങ്ങി ആ ഡോറ് ലോക്ക് ചെയ്യാട്ടോ. ഭവാനി ആകെ ഭയക്കുന്നുണ്ട്. അങ്ങനെ കമാലു ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ക്ലോസ് ആണ്. വേഗം വണ്ടി തിരിക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയും ശിവനും ദാസനും കൂടെ ആ വണ്ടിയിൽ കയറി പെട്ടെന്ന് പോവാട്ടോ. ഈ സമയം കമാലും അയാളും കൂടെ മറ്റേ വാതിലൂടെ വന്ന് നോക്കുന്നുണ്ട്. അവരിങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. കാരണം മുകളിലെ ഡോറാണ് അവർ തുറന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് അജയാണ്. അജയ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കോൾ വരികയാണേ. മാധവൻ നീ എവിടെ? കേസിന്റെ ഭാഗമായിട്ടൊരു യാത്രയിലാ, എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? ഭവാനിയുടെ കാര്യമാണ്. ഭവാനി സന്ധ്യയ്ക്ക് പോയത്, ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. അജയ്ക്കും അഞ്ജനയോട് ചോദിച്ചോ? ഓ ചോദിച്ചു, അവളോടൊന്നും പറഞ്ഞിട്ടില്ലെന്നാ പറയണേ. ഞാൻ അന്വേഷിക്കാം, ഇതിനിടയിൽ അമ്മായി വന്നാൽ പറയണേ എന്ന് പറഞ്ഞിട്ട് അജയ് കോള് കട്ട് ചെയ്യണേ. ഇതേ സമയം ഭവാനിയുടെ ആ ഗോഡൗണില് അവരെ കിട്ടിയിട്ടില്ല. ഭവാനിക്കും അവന്മാരും പോയോ? ആ പോയി മാഡം. ഏത് സമയത്താണോ എനിക്ക് തോന്നിയത് ഇത് ഈ മണ്ടൻ തീരുമാനത്തിന് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്? എടോ എല്ലാം താൻ ചെയ്തതാ. ഒരു പെണ്ണ് ഓടിയെന്നല്ലേ താൻ പറഞ്ഞത്? അതറിയില്ല, അവളും വന്നവന്മാരും ഒരു സ്കൂട്ടിയിൽ കയറിപ്പോയി. ഭവാനി പറയും അവൾ എന്നെ കണ്ടു കഴിഞ്ഞോ? എനിക്ക് ഉറപ്പാ ഇതവര് ശരിക്കും പ്ലാൻ ചെയ്ത് തന്നെ വന്നതാ. ഇതിലും ഭേദം തനിക്ക് എന്നെ കൊല്ലായിരുന്നില്ലേടോ. എല്ലാം തകർത്തു. സൗഭാഗ്യപുരത്തെ കിളവിക്ക് വാർത്ത ഇനി അവരെത്തിച്ചു കൊടുക്കും. അതല്ല ഇനി വല്ല പോലീസ് അന്വേഷണമാണോ? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അജയ്ക്ക് വേണമെങ്കിൽ രഹസ്യമായി സ്പൈ അന്വേഷണം നടത്താലോ. ആകെ പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് കമാലിനോട് പറയും താൻ എന്റെ ശവസംസ്കാരത്തിനുള്ള ഏർപ്പാട് ചെയ്തോ, അതിന് ക്യാഷ് എത്രയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം. ശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമിയും ശിവനും ദാസനും കൂടെ ഒരു തട്ടുകടയുടെ അവിടെ വണ്ടി നിർത്തി അവിടുന്ന് ചായ ഓർഡർ ചെയ്യാട്ടോ. എന്നിട്ട് അവരിരുന്ന് സംസാരിക്കുകയാണേ. കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അതിനകത്ത് സ്ത്രീയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതാ.
ദാസൻ പറയും സ്ത്രീയോ? ഭൂമി പറയും അതെ, എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല, സാരിയാണ്, മുഖമൊന്നും കണ്ടില്ല, ഒരു പുക പോലെ. ആരാ സ്ത്രീ? അവരാണ് എന്റെ അച്ഛന്റെ കൊലപാതകത്തിന് പിന്നിൽ. അവളൊരു കൊട്ടേഷൻ കൊടുത്തതാ. ദാസാ, നമ്മൾ സഞ്ചരിക്കുന്ന വഴി കറക്റ്റാണ്, കൊലയാളിയെ കണ്ടെത്താൻ പറ്റുന്നൊരു വഴി. അപ്പൊ ശിവൻ പറയും ഇതൊരു സ്ക്രിപ്റ്റ് ആക്കിക്കൂടെ? ദാസൻ പറയും ഉറപ്പായും, പക്ഷെ ഭൂമിന്ന് സഹായിക്കേണ്ടി വരും. ഭൂമി പറയും ഓ അതൊക്കെ ഈ അന്വേഷണം കഴിഞ്ഞ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അജയ് ആ വഴി വരുമ്പോ ഇവരെ കാണുന്നത്. ഇവരുടെ അടുത്തേക്ക് ചെല്ലും. ദാ സി ഐ സാറേ. ഭൂമി അവരുടെ അടുത്ത് അജയുടെ അടുത്തേക്ക് പോവും. അജയ് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ആഹാ എന്ന് പറഞ്ഞ അടിമുടിയൊന്ന് നോക്കിയിട്ട് പറയും ഈ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് എന്ത് ധൈര്യത്തിലാടോ? ഓ ഇവന്മാരുള്ളതുകൊണ്ടാണോ? ഭൂമി പറയും അല്ല, നമ്മുടെ അതിർത്തിയിലെ സാറിനെ പോലെ ഒരു പോലീസ് ഓഫീസർ ഉള്ളതുകൊണ്ട് ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ സുരക്ഷിതയാണെന്ന് എനിക്കറിയാം. അജയ് പറയും സാധാരണ സ്ത്രീകൾക്ക് മാത്രമേ പോലീസ് സുരക്ഷിതത്വം ഉറപ്പാക്കാറുള്ളൂ. ഭൂമി പറയും ഞാനൊരു അസാധാരണ സ്ത്രീയെ ജനിച്ചത് എന്റെ കുറ്റാണോ സാറേ? ദൈവം വാരിക്കോരി തലച്ചോറ് തന്നു. എന്നാ ഒരു ചായ ഓഫർ ചെയ്യട്ടെ സാർ? അജയ്ക്കും കൈക്കൂലിയാണ്. ഹേ കൈക്കൂലി ഒന്നല്ല, ഒരു കമ്പനി സി. അങ്ങനെ ഒരു ചായ എടുത്തുകൊണ്ട് വന്നിട്ട് അജയ്ക്ക് കൊടുക്കും. അജയ് അത് വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് അവര് അവിടെ നിന്ന് സംസാരിക്കാം. അല്ല സാർ ആരെങ്കിലും തപ്പാൻ ഇറങ്ങിയാണോ? അജയ് പറയും ഭൂമിക്ക് അറിയാലോ എന്റെ അമ്മായിയെ. ഭവാനി മാഡം. അമ്മായി വൈകിട്ട് നേരത്തെ ഇറങ്ങിയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചു. അമ്മായിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ ട്രേസ് ചെയ്തപ്പോ ഈ ഭാഗത്തുനിന്ന് എവിടെയോ സിഗ്നൽ കിട്ടിയത് എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഈ ഭാഗം, അതായത് അങ്ങോട്ട് ഭവാനി വരുമ്പോ ആ വണ്ടിയിലിരുന്ന് ഈ കാഴ്ച കാണുന്നത്. ഭവാനി ആകെ പേടിക്കൂട്ടോ. എല്ലാം അവസാനിച്ചല്ലോ. ഭൂമി അവളാ സ്പൈ ആയിട്ട് വന്നത്. ആ പാവന്മാരവിടെ ഉണ്ടായപ്പോ ഇവളായിരുന്നു പുറത്ത്. ഇവളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇനി ഈ വാർത്ത അറിയാൻ പോകുന്നത് സൗഭാഗ്യപുരത്തായിരിക്കും. അത് നടന്നൂടാ. അതിനിവളിനി ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. കമാലിനെ വിളിക്കണം എന്ന് പറഞ്ഞ് ഭവാനി അവിടെ നിന്ന് പോവും. ഇവരാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല ഒരു കാർ അങ്ങനെ പോയതും അവിടെ നിർത്തിയിട്ടതൊന്നും. ഈ സമയം ഇവരിങ്ങനെ ചിരിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് ദാസം പറയും എടാ ശിവ, ഇവർ വിവാഹിതരായാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞ ഭാഗത്ത് കാണിച്ച അതേ ഒരു ഭാഗാട്ടോ. അതായത് ഭൂമി വീട്ടിലേക്ക് വരുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ അച്ഛൻ്റെ അടുത്തേക്ക് എത്താന്ന് പറഞ്ഞാൽ ആ ലെറ്റർ കാണുന്നതും മെഴുകുതിരി കത്തിക്കുമ്പോൾ ഒരാൾ പിന്നിൽ നിൽക്കുക കേട്ടോ. അത് കാണുന്ന ഭൂമി പെട്ടെന്ന് തന്നെ ആ മെഴുകുതിരി അങ്ങ് ഊതിക്കെടുത്തിയിട്ട് മെഴുകുതിരി അവിടെ താഴെ ഇട്ട് എവിടേക്കോ പോകും കേട്ടോ. അയാൾ വന്ന് നോക്കുമ്പോൾ ഫുൾ ഇരുട്ട്. ഭൂമി അങ്ങോട്ടാ പോയതെന്ന് കാണുന്നില്ല. ഭൂമിയാണെങ്കിൽ അവിടെ മറ്റൊരു റൂമിൽ 2 ചെയറുകൾക്കിടയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുക കേട്ടോ. ഇയാളിങ്ങനെ ഭൂമിയെ തിരയുന്നുണ്ട്. ഒരു മുഖം മൂടി ഇട്ട ആളാണ്. ഭൂമി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്